ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്ക് 71 kg ഉണ്ട്. അപ്പോൾ 71 kg വെയിറ്റ് ഉണ്ട്. അപ്പോൾ കുറേ നാൾ മുമ്പ് ഞാൻ ഡയറ്റും എക്സസൈസൊക്കെ ചെയ്തപ്പോൾ എനിക്ക് 2 kg വെയിറ്റ് കുറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഫുഡ് കഴിച്ചിട്ടാണ് വെയിറ്റ് വെക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ ഡയറ്റും എക്സസൈസൊക്കെ കണ്ടിന്യൂ ചെയ്തു. പക്ഷേ എനിക്ക് അതിനൊന്നും ഒരു മാറ്റവും ഉണ്ടായില്ല. ഉള്ള വെയിറ്റ് പിന്നെ കൂടുകയും ചെയ്തു. ഇപ്പോൾ 72 ആ ഒരു വെയിറ്റിലാണ് ഉള്ളത്. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ കഴുത്തിൻ്റെ പുറകിലായിട്ട് കറുപ്പ് കളർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് വല്ല മാല ഇടുന്നതിൻ്റെ അലർജിയോ മറ്റു കാര്യങ്ങളായിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരു എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പിന്നെ പീരീഡ്സ് ആയിട്ടിപ്പോൾ ഒരു കൊല്ലത്തിന് മേലെയായി. ഞാൻ BP-യുടെ മരുന്ന് കഴിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് കൊണ്ടാണ് പീരീഡ്സ് ആവാത്തതും പിന്നെ വണ്ണം വെക്കുന്നതും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നെ ഈ വണ്ണം ഫുഡ് കഴിച്ചിട്ടും ഫുഡ് കുറച്ചിട്ടും വണ്ണം കുറയാതായപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി. ഞാൻ ചുമ്മാ വെറുതെ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു. അതായത് ഞാനൊരു വീഡിയോയിൽ കണ്ടായിരുന്നു ഇങ്ങനെ അമിത വണ്ണം വെക്കുന്നതും കഴുത്തിന് പുറകെ കറുപ്പ് പാട് വരുന്നതും PCODയുടെ ഭാഗമായിട്ടാണ്. ചിലവർക്ക് മീശയിലും താടിയിലും രോമവളർച്ച വരെ ഉണ്ടാവും. പക്ഷെ എനിക്ക് ഇപ്പോൾ അതിൻ്റെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു എനിക്ക് PCODയുടെ ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വണ്ണം വെക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ PCOD വലിയ പേടിക്കേണ്ട അങ്ങനത്തെ വലിയ ഇഷ്യൂ ഒന്നുമല്ല. നമുക്ക് മരുന്ന് കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് മാറി വന്നും പോയി ഇരിക്കും. എന്നാലും നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. PCODയുടെ മരുന്ന് കഴിച്ച് ഫുഡ് ഡയറ്റും എക്സസൈസും ചെയ്താൽ തന്നെ നമുക്ക് അതിൽ നിന്നൊരു ഇത് കിട്ടുന്നതാണ്. അത്ര വലിയ വിഷമം പിടിച്ചെഴുതുന്നതല്ല. ഞാൻ വല്ലാതെ വേർക്കുന്നുണ്ട്. 2 ഫാൻ ഇട്ടാണ് നിൽക്കണം കണ്ട. എന്നാലും നല്ല വേർപ്പുണ്ട്. ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ ആണെന്നോ എല്ലായിടത്തും ഭയങ്കര ചൂടല്ലേ. അപ്പോൾ നിങ്ങളവിടെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയോട് പറയാനായിട്ട് നിങ്ങൾക്ക് അമിത വളർച്ച വണ്ണം ഉണ്ടായിട്ട് നിങ്ങൾ ഡയറ്റും എക്സസൈസും ചെയ്തിട്ട് നിങ്ങൾക്ക് വണ്ണം കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് ഏതെങ്കിലും ഡോക്ടറെ കണ്ടൊക്കെ ഒന്ന് ചെക്കപ്പ് ചെയ്യാവുന്നതാണ്. തൈറോയിഡും പിന്നെ PCOD ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ വേറെ മറ്റു പല അസുഖങ്ങളുണ്ടെങ്കിലൊക്കെ ഇതുപോലെ നമുക്ക് വണ്ണം വെക്കാം. ഇതൊന്നും നമ്മളുടെ കൺട്രോളിൽ വരുന്ന കാര്യമല്ല. അപ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്യാനും ഡയറ്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. ഇനി അതിന് പുറമെയായിട്ട് വേറെ എന്തെങ്കിലും ഇതുപോലത്തെ ഇതുണ്ടെങ്കിൽ നമ്മൾ മരുന്നെടുക്കേണ്ടപ്പോൾ നമ്മൾ മരുന്ന് തന്നെ എടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ വെള്ളം കുടിച്ചിട്ട് പോലെ നിങ്ങൾ വണ്ണം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പുറമെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിനു മുമ്പ് ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ബൈ.